കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഒരു ചെറിയ കുട്ടി തന്റെ അച്ഛനോടൊപ്പം ഒരു വലിയ നഗരത്തിലേക്ക് യാത്ര പോയി. തിരക്കിൽ കുട്ടി അച്ഛനെ കാണാതെ ഭയന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ അച്ഛന്റെ വിലാസം അറിയാമോ? കുട്ടി മറുപടി പറഞ്ഞു, എനിക്ക് വിലാസം അറിയില്ല, പക്ഷേ എന്റെ അച്ഛൻ എന്നെ കണ്ടെത്തും, ഞാൻ അവനെ വിശ്വസിക്കുന്നു. അല്പസമയത്തിനകം അച്ഛൻ വന്ന് മകനെ ചേർത്ത് പിടിച്ചു. അച്ഛനെ കണ്ടപ്പോൾ കുട്ടിയുടെ ഭയമൊക്കെ മാറി. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ്. പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നമ്മെ ഭയപ്പെടുത്തും. എന്നാൽ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ ഭാഗത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നു. സ്വർഗത്തിലെ പിതാവിന്റെ ഭവനത്തിൽ നമുക്കായി സ്ഥലമൊരുക്കുവാൻ പോകുകയാണെന്ന് അവിടുന്ന് പറയുന്നു. തോമസ് ലീഗ ചോദിച്ചപ്പോൾ യേശു വ്യക്തമായി പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇന്നത്തെ ലോകം അനേകം വഴികൾ കാണിച്ചു തരുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴി യേശുക്രിസ്തു മാത്രമാണ്. ആശയക്കുഴപ്പമുള്ളപ്പോൾ യേശുവിനെ പിന്തുടരുക. സത്യം അന്വേഷിക്കുമ്പോൾ യേശുവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. ജീവിതം ശൂന്യമാകുമ്പോൾ യേശുവിൽ ജീവൻ കണ്ടെത്തുക. യേശുവിനെ അറിയുന്നവൻ പിതാവിനെയും അറിയുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും യേശുവിനോടൊപ്പം നടക്കാൻ നാം തീരുമാനിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയവും ആശങ്കയും നീക്കണമേ. അതാണ് ഞങ്ങളുടെ വഴിയും സത്യവും ജീവനും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ തീരുമാനങ്ങളിലും അങ്ങയുടെ വഴിയിൽ നടക്കുവാനും അങ്ങയുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു സാക്ഷ്യമാകട്ടെ. ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ